ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയുടെ പേര് ബാലാമണി. ബാലാമണി ഇപ്പോൾ കടന്നുപോകുന്ന ഈ ഒരു അവസ്ഥയുടെ പേര് സൈക്കോസിസ്. സൈക്കോസിസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഗംഗയോടൊപ്പം ഹരിനാരായണനോടൊപ്പം അതുപോലെ തന്നെ അമ്പിയോടൊപ്പം ഒക്കെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കേസാണ് ബാലാമണിയുടെ കേസ് എന്നുള്ളത്. എന്താണ് സൈക്കോസിസ്? റിയാലിറ്റിയിൽ നിന്ന് മൊത്തമായും ഡിസ്കണക്ട് ആകുന്ന അവസ്ഥ, അതായത് ഡെലൂഷൻസ്, ഹാലുസിനേഷൻസ്, പാരനോയ, ഇൻകോഹറന്റ് സ്പീച്ച് ആൻഡ് ബിഹേവിയർ. ഡെലൂഷൻസ് എന്നുള്ളത് തെറ്റായ ധാരണയാണ്. ഹാലുസിനേഷൻസ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്ന അവസ്ഥ. പാരനോയ എന്ന് പറഞ്ഞാൽ ആൾക്കാർ എല്ലാവരും നമ്മളെ ആക്രമിക്കാൻ വരുന്നതായിട്ടുള്ള ഒരു തോന്നൽ. ഇൻകോഹറന്റ് സ്പീച്ച് ആൻഡ് ബിഹേവിയർ എന്നുള്ളത് പൊരുത്തമില്ലാത്ത, ബന്ധമില്ലാത്ത രീതിയിലുള്ള സംസാരവും പെരുമാറ്റവും. സ്ഥലകാലബോധമില്ലാതെ സംസാരിക്കുക, പെരുമാറുക, അതായത് മനസ്സ് നെയ്തെടുക്കുന്ന ഒരു സ്വപ്ന ലോകത്തിൽ ജീവിക്കുക എന്നുള്ളത് തന്നെ. സൈക്കോസിസ് എന്നുള്ളത് സ്കിറ്റ്സോഫ്രീനിയ, ബൈപോളാർ തുടങ്ങിയ മെന്റൽ ഡിസോർഡേഴ്സിന്റെ ഭാഗമായി കാണപ്പെടും. അതുപോലെ ഡ്രഗ്സ്, ആൽക്കഹോൾ എന്നിവ യൂസ് ചെയ്യുമ്പോൾ ഒരു വ്യക്തി സൈക്കോസിസ് ഉണ്ടായേക്കാം. ഉറക്കമില്ലാതിരിക്കുന്ന ആൾക്കാരിൽ പോലും സൈക്കോസിസ് കാണപ്പെടാറുണ്ട്. ബാലാമണി ഒരു കിണറിന്റെ അറ്റത്ത് നിന്ന് ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ആദ്യമായി ഉണ്ണികൃഷ്ണനെ കാണുന്നത്. ഇവിടെ ബാലാമണിക്ക് ഉണ്ടാകുന്നത് ഹാലൂസിനേഷൻസ് ആണ്. അതിൽ തന്നെ വിഷ്വൽ ഹാലൂസിനേഷൻ ആണ് ഉണ്ടാകുന്നത്. അതിൽ തന്നെ കോംപ്ലക്സ് വിഷ്വൽ ഹാലൂസിനേഷൻ ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്താണ് കോംപ്ലക്സ് വിഷ്വൽ ഹാലൂസിനേഷൻസ്? കോംപ്ലക്സ് വിഷ്വൽ ഹാലൂസിനേഷൻസ് പ്രധാനമായും കാണപ്പെടുന്നത് ഇല്ലാത്ത ജീവികളെ കാണുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇല്ലാത്ത വ്യക്തികളെ കാണുക എന്നുള്ളതാണ്. ഇല്ലാത്ത സ്ഥലങ്ങൾ കാണുക എന്നുള്ളതാണ്.